ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഒരു നാടിൻ്റെ കൃഷിയിടം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. കൃഷിക്ക് ഏറെ പേരുകേട്ട ചാലവയൽ ഏറ്റെടുത്ത് കൃഷി ഇറക്കാനാണ് ബാങ്ക് ഒരുങ്ങുന്നത്. ഇപ്പോൾ കാട് മൂടിക്കിടക്കുന്ന ചുണ്ടങ്ങാപ്പൊയിൽ നോർത്ത് LP സ്കൂൾ, കിഴക്കേ കതിരൂർ റോഡിന് സമീപമാണ് 30 ഏക്കറോളം വരുന്ന ചാലവയൽ സ്ഥിതി ചെയ്യുന്നത്. കതിരൂർ പാട്യം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് ചാലവയൽ. 2 വിളകളിലായി നെല്ലും ഇടവേളകളിൽ പച്ചക്കറിയും 25 വർഷം മുമ്പ് വരെ ഇവിടെ കൃഷി ചെയ്തിരുന്നു. പിന്നീട് ചിലർ തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവ നട്ടുപിടിപ്പിച്ചു. തൊഴിലാളി ക്ഷാമം തുടങ്ങി പലവിധ കാരണങ്ങളാൽ കൃഷിയിൽ നിന്ന് പലരും പിന്മാറി. ഈയൊരു അവസ്ഥയിലാണ് ഇവിടെ നെൽകൃഷി ഉൾപ്പെടെ ചെയ്യാൻ ബാങ്ക് മുൻകൈയെടുക്കുന്നത്. കതിരൂരിന്റെ ഭക്ഷണം കതിരൂരിൽ നിന്ന് തന്നെ എന്ന പദ്ധതിയിലൂടെ ചാലവയലിലെ കൃഷിയിടങ്ങളിൽ നെല്ല്, പച്ചക്കറി, മത്സ്യം, ധാന്യങ്ങൾ, മഞ്ഞൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ സ്ഥല ഉടമകളുടെ സഹകരണത്തോടെ കതിരൂർ ബാങ്ക് തയ്യാറാക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കാർഷിക മേഖലയിൽ വമ്പിച്ച കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എരുവട്ടി, എരഞ്ഞോളി, കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും തരിശായി ഇടുന്ന എല്ലാ പ്രദേശങ്ങളിലും കൃഷി ചെയ്യുക എന്നതാണ് ഹരിത സമൃദ്ധി എന്ന പരിപാടി കൊണ്ട് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഉദ്ദേശിക്കുന്നത്. എരുവട്ടി വയലിലെ 34 ഏക്കറിലും ചുണ്ടങ്ങാപ്പൊയിലും എരഞ്ഞോളിയിലും കതിരൂരിലുമെല്ലാം ഇതിനകം തന്നെ വിവിധങ്ങളായുള്ള കൃഷി ആരംഭിക്കുകയും അതിൻ്റേതായ വിളവെടുപ്പുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി കതിരൂർ ബാങ്ക് ലക്ഷ്യമിടുന്നത് കാടുമൂടി കിടക്കുന്ന ചാലവയൽ കൃഷിക്ക് ഉപയുക്തമാക്കി അത് നല്ല സൗകര്യത്തോടു കൂടി കാർഷിക മേഖലയിലേക്ക് കൈമാറുക എന്നതാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഉദ്ദേശിക്കുന്നത്. അടുത്ത് തന്നെ അതിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് അറിയിക്കുകയാണ്. ചാലവയലിൽ ഏപ്രിൽ പകുതിയോളം വെള്ളം സുലഭമായി ലഭിക്കും. വെള്ളം കൂടുതലായി സംഭരിക്കാൻ കഴിവുള്ള പ്രത്യേക മണ്ണാണിത്. മഴക്കാലത്ത് ചാലവയൽ മുഴുവൻ വെള്ളം കെട്ടിനിൽക്കും. അതിനാൽ ചാലവയൽ നല്ലൊരു ജലസംഭരണി കൂടിയാണ്. ഇവിടെ നിരവധി കുളങ്ങളുണ്ട്. മഴക്കാലത്ത് ചാടലപ്പുഴയിൽ നിന്ന് വെള്ളം ചാലവയലിലേക്ക് കടക്കും. അതോടൊപ്പം നാടൻ മത്സ്യങ്ങളും വയലിലേക്ക് പ്രവേശിക്കും. വെള്ളം കുറയുമ്പോൾ നിരവധി പേർ മത്സ്യം പിടിക്കാനെത്തും. നിലവിൽ നെൽകൃഷി ആരും ചെയ്യുന്നില്ല. വളരെ കുറച്ചു പേർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ മറ്റു കൃഷികൾ ചെയ്യുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഒഴിച്ചിട്ടിരിക്കുകയാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണിത്. തോടുകൾ പലതും ഇപ്പോൾ നശിച്ചു പോയിരിക്കുകയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.